എത്ര നേരം കാത്തിരിക്കുന്നു. സോറി, പിണങ്ങരുതേ. ഞാനേ ക്യാമ്പിന് പോവാ. എന്ന്? ഈ മാസം 31-ാം തീയതി. വേണ്ട, പോണ്ട. പോകാതെ പറ്റുമോ മോളെ? ഇത് ലൈൻ വേറെയാണല്ലോ. ഈ കഥയിലെ നായിക പറഞ്ഞ ആളല്ലല്ലോ, ഒരു പുതുമുഖമാണല്ലോ. കൊള്ളാം കൊള്ളാം. തുണി മോഷ്ടിക്കാണല്ലേ? കുറച്ചുകൂടെ അടുത്തിരിക്കാൻ എന്താ ബുദ്ധിമുട്ട്? സംസാരം കേൾക്കുന്നില്ലല്ലോ. വെറുതെ എന്നെ ഓടിക്കരുത്, എന്റെ പ്രഷർ കൂടും. നന്നില്ല. എന്താ? എന്ത് വേണം? എന്താ? ഒരു സഹായം വേണം. സാമ്പത്തിക സഹായം വല്ലതുമാണെങ്കിൽ വീട്ടിൽ വരണം. അയ്യോ, എന്നെ കണ്ട അങ്ങനെയാണെന്ന് തോന്നുന്നു സർ. ഇത് സാമ്പത്തികമല്ല, ശാരീരികവും മാനസികവുമായ ഒരു സഹായമാണ്. മനസ്സിലായില്ല. എന്താ? അത് ഈ കോർട്ടിൽ നിന്ന് പറയാൻ പറ്റില്ല, അങ്ങോട്ട് മാറി വന്നാ പറയാം. വിജയലക്ഷ്മിയെ കാണാനും കല്യാണം കഴിക്കാനുള്ള സൗകര്യം ഞാൻ ഉണ്ടായിത്തരാം. അല്ല, നിങ്ങളാരാ? വിജയലക്ഷ്മിയുടെ അമ്മാവൻ. വെറുതെ ആലിന്റെ ചോട്ടിലും അമ്പലക്കുളത്തിലും കുറ്റിക്കാട്ടിലും കടപ്പുറത്തൊന്നും കറങ്ങി തിരിയേണ്ട കാര്യമില്ല. ആലോചിക്കാൻ ഒന്നുമില്ല, എല്ലാം മംഗളമായിട്ട് ഭവിക്കും. ഞാനല്ലേ പറയുന്നത്? ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈ കയ്യും വെച്ചുകൊണ്ട് മരണത്തെ മുന്നിൽ കാണുന്ന നിമിഷങ്ങളാണ്. എല്ലാം സ്വാമിക്ക് വേണ്ടി, സ്വാമിക്ക് വേണ്ടി ചിലപ്പോൾ ഞങ്ങൾ മരിച്ചു വീണെന്നും വരാം. അതിൽ സ്വാമി ദുഃഖിക്കരുത്. മടങ്ങിയിരിക്കുന്ന മനുഷ്യത്തെങ്കിലും വരട്ടെ. സ്വാമി ഒരല്പം മാറി ഒതുങ്ങി നിന്നോ. എന്തളവുക്ക് വേണം? അളവൊന്നും ഇതല്ല സ്വാമി. ബാക്കി നമുക്ക് പരിപാടി സ്ഥലത്ത് വെച്ച് കാണാം. സ്വാമിയോട് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. എല്ലാവരും അഡ്ജസ്റ്റ്മെന്റിലായിരിക്കണം. കാര്യങ്ങൾ തല്ലൊന്നും ദേഹത്ത് കൊള്ളരുത് കേട്ടോ. ദേഹം നോക്കരുത്. ഇവിടെ ആരുമില്ലേ? അയ്യോ അമ്മേ, അയ്യോ ആരുമില്ല. പോയി ആരുടെ ഫ്രണ്ടിനെ നിന്നെ നിന്നോട് നീ അവിടെ പറയാ. എന്തു പറ്റി? എന്താന്നും മിണ്ടാത്തത്? എന്തു പറ്റി? കൃഷ്ണ, എന്നോടൊന്നും ചോദിക്കരുത്. എനിക്കിത് പറയാനുള്ള ശക്തിയില്ല. താഹ പറയും. എന്താ? എന്നോടൊന്നും ചോദിക്കരുത്. എനിക്കും അത് പറയാനുള്ള ശക്തിയില്ല. കൃഷ്ണൻ പറയും. താൻ പറ. താൻ പറ. താൻ പറയണം. താൻ പറയണം. താൻ പറയൂ. താൻ പറയൂ. ആരെങ്കിലും ഒന്ന് പറയേ.
അതൊരു കഥയാണ് സ്വാമി, കഥ. നമ്മൾ ഇന്നലെ മർദ്ദിച്ച് അവശനാക്കിയ ആ യുവാവുണ്ടല്ലോ കിഷോർ, അയാൾ അയാൾക്ക് എന്ത് പറ്റി? അയാൾ മരിച്ചിട്ടില്ല. അതെ. അയ്യേ, അതിനെന്തിനിങ്ങനെ കരയുന്നത്? മരിക്കാതെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഹതഭാഗ്യനാണ് അയാൾ. എന്താ, അയാൾക്കുള്ള രോഗമാണോ? രോഗമാണെങ്കിൽ എത്ര നന്നായിരുന്നു. ഭാഗ്യവാൻ. ഇത് ജാതകദോഷമാണെന്നാണ് കൃഷ്ണൻ പറയുന്നത്. 10+10+4 24. 24 വയസ്സിന് മുമ്പ് വിവാഹം കഴിച്ചില്ലെങ്കിൽ അയാൾ മരിച്ചു പോകും. അതിനു മുമ്പ് അയാൾ കല്യാണം കഴിച്ചോട്ടെ, അതിനെന്താ കുഴപ്പം? കുഴപ്പമുണ്ട് കൃഷ്ണ. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശത്തുള്ള വീട്ടിലെ ഒരു പെൺകുട്ടിയെ അയാൾക്ക് വിവാഹം കഴിക്കാൻ പാടുള്ളൂ. ആ ദിക്കിൽ ആകെ 2 പെൺകുട്ടികളെ വിവാഹം കഴിക്കാത്തതായിട്ടുള്ളൂ. ഒന്ന് ലത്തീഷ, മറ്റൊന്ന് വിജയലക്ഷ്മി. நாங்க இவட வந்ததுல இருந்தே எனக்கு தெரியும். புகழ்த்தி പറയുകയാണെന്ന് நினைக்காதீங்க. ഇത്ര അടക്കം ഒതുക്കമുള്ള ഒരു പൊണ്ണെ ഞാൻ பார்த்ததே கிடையாது. ഞാൻ ചോദിച്ച 15 രൂപ ഇങ്ങ് തന്നാട്ടെ. 15 രൂപയോ? 5 പൈസ തരത്തില്ല. അപ്പൊ തരില്ലേ? ഇല്ല. മേടിക്കാവുന്ന ഞാനൊന്ന് നോക്കട്ടെ. എന്നാ ഇയാളൊന്ന് മേടിക്കാട്ടെ. എന്റെ രാത്രികൾ നിദ്രാവിഹീനങ്ങളാവുകയാണ്. നീ വരുമോ? ഈ മനുഷ്യനെ ആവശ്യമില്ലാതെ എന്താ ஏய் அனந்தா, உனக்கு தெரியுமாடா இவங்கள எல்லாம்? ഇല്ല. நம்ம ஒற்றப்பாலத்துல குடியிருக்கும் போது பக்கத்து வீட்டு கோபால மாஷன் ஒருத்தர் இருந்தாரே, அவங்க புள்ளதாண்டா இது சிவராம. அப்படியா? ஆமா. எதுக்காக அவருங்க வந்தமா? நம்ம பிந்து இல்ல, அவளை பொண்ணு பார்க்க வந்திருக்காரு. அப்படியா? நம்ம பிந்துவா? டேய் உள்ள போடா. பெரியவங்க பேசும்போது உனக்கு என்னடா இங்க வேலை? போய் படியடா, நான் காபி போட்டுட்டு வரேன். നീ വരുമോ? തമാശ വെറുതെ. ഉക്കറുങ്ക സിരോൺ. എക്സ്ക്യൂസ് മീ, 1 minute. ഇപ്പൊ വരാം. വരൂ, ഒരു കാര്യം പറയട്ടെ. നല്ല വീടല്ലേ? അതെ. നിന്റെ ബ്രോക്കർ പണി ഇന്നത്തോടെ എന്നത്തോടെ തേണ്ടി. അടിയോടടി അടിയോടടി തകിലടി തപ്പടി താളം കൂട്ടിയടി മെതിയടി ചെകിടടി കയ്യടി കാലടി മുഖമടി ചാഞ്ഞടി. അതെ, ഭീകരിയായ മനുഷ്യശ്രീ 2 മനുഷ്യാത്മാക്കളെ തേടി നടന്നു വരികയാണ്. ജീവിതത്തിന്റെ മോഹഭംഗങ്ങളിൽ, ദാരിദ്ര്യത്തിന്റെ സമ്പന്നതയിൽ ഇതൊന്നും അറിയാത്ത പാവം മനുഷ്യർ അവരുടെ താവളങ്ങളിൽ പാട്ടുപാടി ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാ ഇവിടെ അവൾ ആ താവളത്തിന് മുമ്പിൽ എത്തിക്കഴിഞ്ഞു. എന്തും സംഭവിക്കാവുന്ന നിമിഷങ്ങൾ. അതും ഞാനോ? കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ റിഹേഴ്സൽ കണ്ടിന്യൂ ചെയ്തോ, ഞാൻ ഇപ്പോ വരാം. ഞങ്ങൾക്കൊരു പരാതിയില്ല. നമസ്കാരം. അയ്യോ, അടിയോടടി അടിയോടടി തകിലടി തപ്പടി താളം കൂട്ടിയടി മെതിയടി ചെകിടടി കയ്യടി കാലടി മുഖമടി ചാഞ്ഞടി. ചെല്ലിയല്ലേ, ഒരു പരുവ വാങ്ങിയിട്ടുണ്ട്. ആരെ? നിങ്ങളുടെ ആളെ തന്നെ. ചെല്ല്. സ്വാമി ഇങ്ങനെ ഒരു കൊലച്ചതി ചെയ്യുമെന്ന് ഞങ്ങള് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അയ്യോ, എന്ത് ചതി? ആ SIയുടെ സഹോദരിയെ പറ്റി ഞങ്ങൾ പറഞ്ഞത് വെറുതെയാ. അയ്യോ, ഒരു കഥാപ്രസംഗ വേദിയിലായിരുന്നു സംഭവിച്ചെങ്കിൽ എത്ര മനോഹരമായിരുന്നു. കമ്പ്യൂട്ടർ എന്നെ ചതിച്ചു. ഇക്കാര്യം കമ്പ്യൂട്ടർ എന്നോട് പറഞ്ഞില്ല. നീ സബൂറാക്ക്. ഈ പുതിയ കഥ ഞാനിനി അവിടെ അവതരിപ്പിക്കും. എങ്ങനെ അവതരിപ്പിക്കും? അല്ലോ, 6 മാസം കഴിഞ്ഞേ എനിക്ക് വെളിക്കിറങ്ങാനൊക്കൂ. അയ്യോ, മുറിവാന്നോ? അല്ല, അറിവാ. പോണോ വന്നെ പൊട്ടരെ.